ജയദ്രഥനെ അർജുനൻ വധിച്ചു എന്നറിഞ്ഞപ്പോൾ ദുര്യോധനൻ തകർന്നുപോയി. ദ്രോണാചാര്യരുടെ അടുത്ത് ചെന്ന് ദുര്യോധനൻ ഇപ്രകാരം പറഞ്ഞു: ആചാര്യ, അങ്ങ് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഇപ്രകാരമൊക്കെ സംഭവിച്ചത്. അർജുനൻ നമ്മുടെ സൈന്യത്തെയും വീരന്മാരായ യോദ്ധാക്കളെയുമൊക്കെ കൊന്നൊടുക്കുന്നത് അങ്ങ് കാണുന്നില്ലേ? ഇനി ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? എനിക്ക് തുണയായി നിന്നിരുന്ന വീരന്മാരെല്ലാം മരിച്ചു വീഴുന്നു. എനിക്ക് വേണ്ടി എത്രയെത്ര ജനങ്ങൾ ജീവൻ വെടിഞ്ഞു. ഭീഷ്മർ മരണപ്പെട്ടപ്പോൾ എനിക്ക് അങ്ങയിലും കർണനിലും ജയദ്രഥനിലുമാണ് പ്രതീക്ഷയുണ്ടായിരുന്നത്. അങ്ങേക്കിപ്പോഴും പാണ്ഡവരോടാണ് സ്നേഹമുള്ളത്. എനിക്കിപ്പോൾ ജീവിക്കണമെന്ന് തന്നെ ആശയില്ല. മരണപ്പെട്ടവരുടെ വഴിയെ ഞാനും പോകുവാൻ ആഗ്രഹിക്കുന്നു. ദുര്യോധനൻ്റെ ഈ വാക്കുകൾ കേട്ട് ദ്രോണർ പറഞ്ഞു: അല്ലയോ ദുര്യോധന, നീ എന്താണ് എന്നിൽ ഇപ്രകാരം വാക്ശരങ്ങൾ പ്രയോഗിക്കുന്നത്? അർജുനൻ അജയ്യനാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? ശിഖണ്ഡിയല്ലേ ഭീഷ്മരെ വീഴ്ത്തിയത്? വിതുരനും മറ്റും എത്ര പ്രാവശ്യം നിന്നെ ഉപദേശിച്ചു, പക്ഷേ അതൊന്നും നീ ചെവിക്കൊണ്ടില്ല.